ഇന്നത്തെ ഏറ്റവും പ്രധാന ഒരു പരിപാടിയായ ലഹരി വിരുദ്ധ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡെപ്യൂട്ടി ജയരാജൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരു മൊമെന്റോ കൊടുത്ത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. മൊമെന്റോ നൽകുന്നതിന് വേണ്ടി നമ്മുടെ സെൻട്രൽ കമ്മിറ്റിയുടെ പ്രധാന അംഗമായ കുഞ്ഞാക്കയെ ക്ഷണിക്കുന്നു. അതുപോലെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ജയനായ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ജയരാജ് സാറ് വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കും. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഒരു കുടുംബ സംഗമത്തില് ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു അവബോധന ക്ലാസ് എടുക്കാനായിട്ട് എന്നെ ക്ഷണിച്ചപ്പോഴും ഒരു കുടുംബ സംഗമം എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടേക്കാണ് ആർക്കും ഇഷ്ടമില്ലാത്തൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഞാൻ നിൽക്കുന്നത്. ഈ കുടുംബ സംഗമത്തിന് സ്ത്രീകളെ ഉള്ളോ? അതോ ഈ വിഷയത്തിന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ചെറുപ്പക്കാരൊക്കെ ഹാളിന് പുറത്താണ്, അകത്തോട്ട് വരുന്നത് അവർക്ക് നാണമാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കുകയല്ല, പക്ഷെ പൊതുവില് ഈ ചെറുപ്പക്കാർക്ക് ഒരു തോന്നലുണ്ട് അവരെ കുറ്റപ്പെടുത്തുകയാണോ എന്നത്. അതിനൊരു നേരെ തിരിച്ചുള്ളൊരു സൈക്കോളജി ഉണ്ട്. അവർക്ക് തന്നെ തോന്നുന്നുണ്ട് നമ്മുടെ ഭാഗത്തൊരു ചെറിയ പിശകുണ്ട് എന്നൊരു തോന്നല് ഉണ്ട്. അപ്പോ ഞാൻ ഈ വിഷയത്തെ കുറിച്ച് ഒന്ന് എന്റേതായ ശൈലിയിൽ ഞാൻ ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കാം. കേരളത്തില് ഇന്ന് എക്സൈസ് വകുപ്പാണ് ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ദൗത്യം എക്സൈസിന്റെ കയ്യിൽ വന്നപ്പോ എക്സൈസിന്റെ പുറത്ത് അടിച്ചേൽപ്പിച്ചത്. പക്ഷെ എക്സൈസിന് ഒരു ഗുണമുണ്ടായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ടൊക്കെ എക്സൈസുകാരുടെ ചിത്രമൊക്കെ ഈ കാർട്ടൂൺ രൂപത്തില് പത്രങ്ങളിലൊക്കെ വരുമായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസപ്പെട്ട് എക്സൈസുകാർക്ക് ഒരുപാട് ഡീസന്റ് ആയി. ഇനി
ഈ ലഹരി എല്ലാരും എന്താ പറയുക, ലഹരി വിരുദ്ധ ബോധവൽക്കരണം അല്ലേ? എന്തുവായിരുന്നു നിങ്ങൾ എന്താ ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ ലഹരിക്ക് വിരുദ്ധമായിട്ടാണ് ആ പ്രായമുള്ള മനുഷ്യൻ പൊടിയൊക്കെ നരച്ച് മരിച്ച്. ലഹരി വിരുദ്ധത എന്തോ ഈ ലഹരി. അദ്ദേഹം ഇങ്ങനെ എന്നെ പിടിച്ച് ഇങ്ങനെ നോക്കുക. പറയൂ, ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുന്നെങ്കിൽ പറഞ്ഞോളൂ. ലഹരി ലഹരി ലഹരി. നിങ്ങൾക്കൊക്കെ ലഹരി ഉണ്ടോ? ലഹരി ഉണ്ടോ ഇവിടെ ഇരിക്കുന്നവർക്ക്? ഇല്ല, ഉണ്ട് അല്ലേ? നമ്മളിന്ന് ലഹരി ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഇവിടെ കൂടിയത് ഇല്ലേ? ഈ വലിയ കുടുംബം എന്ന ആ വലിയ കുടുംബം എന്ന നമ്മുടെ ഉള്ളിൽ തട്ടുന്ന ആ വികാരം, അതൊരു ലഹരിയാണ്. ലഹരി ഇല്ലാതെ ഒരു മനുഷ്യനുമില്ല. നമുക്ക് നല്ലതുപോലെ ജീവിക്കണം, അന്തസ്സായിട്ട് ജീവിക്കണം, തലയുയർത്തി അഭിമാനത്തോടുകൂടി ജീവിക്കണം. ഇത് ഇന്നാരാണ് എന്ന് ലോക ജനതയെ കാണിക്കാൻ, സമൂഹത്തെ കാട്ടിക്കൊടുക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും ലഹരിയാണ് അല്ലേ? ഇത് ഇന്ന കുടുംബമാ, ഇത് ഇന്ന വീടാ, ഇന്നാരുടെ വീടാ, ആ വീട്ടിൽ ഇത്ര അംഗങ്ങളുണ്ട്, ഞങ്ങളൊക്കെ നല്ല സുഭിക്ഷമായിട്ട് അന്തസ്സായിട്ട് ജോലിയെടുത്ത് അധ്വാനിച്ച് ഞങ്ങൾ ജീവിക്കുന്നവരാണ്. ആ നെഞ്ചക്കടലിപ്പിച്ച് കുടവണ്ടി എന്നെ ഒന്ന് തൊള്ളി, അതൊരു ലഹരിയല്ലേ? ഇന്ന വീട്ടിൽ ഇന്നാരും പറഞ്ഞിരുന്നാൽ കുറച്ചിൽ വല്ലതുണ്ടാ? അങ്ങനെ ഒരു കുറച്ചിലുണ്ടാ? നല്ലൊരു അഡ്രസ് വേണ്ടേ ഇല്ലേ? അതല്ലേ നമ്മളൊക്കെ നോക്കുന്ന ഇന്ന വീട്. വെണ്ടക്ക അക്ഷരത്തില് ഗേറ്റിന്റെ ഇപ്പുറത്തെ തൂണില് ഇങ്ങനെ എഴുതി വെക്കും, ഇന്ന വീട്, അതിന്റെ പേരിൽ ആ പേര്. എന്താ കുഴപ്പം അല്ലേ? അപ്പൊ അങ്ങനെ നല്ലൊരു ജീവിതം, അന്തസ്സായ ജീവിതം അല്ലേ? അതില്ലേ നമ്മുടെ ഒക്കെ ലഹരി അല്ലേ? അപ്പൊ ലഹരി ഉണ്ടല്ലോ എല്ലാവരും. ഇത് വേറൊരു സാധനം അകത്ത് ചെല്ലപ്പെടാം ഈ പ്രശ്നം വരുന്നത്. വേറൊരു സാധനം അകത്തേക്ക് ചെല്ലപ്പെടാണ് ഞാൻ ഈ കാണിച്ച ആക്ഷൻസ് പുറത്തു വരുന്നത്. അതിനെ പറയുന്നത് ലഹരി വസ്തു. ലഹരി നല്ലതാണ്, ലഹരി വസ്തുക്കൾ ദോഷമാണ്. കുടിയിട്ടിയാണ് അല്ലേ? ഇപ്പൊ നിങ്ങൾ കഴിച്ച ബിരിയാണി ലഹരി വസ്തുവാണ്. പിള്ളേർക്ക് ചോറ് വേണ്ട, ഇറച്ചിയും കൂട്ടിയുള്ള വല്ല സാധനം ഉണ്ടോ? അതും മതി. ഞങ്ങൾ ചോറിന് വേണ്ട. ഇതുകൊണ്ടാണ് നമ്മുടെ റോഡ് സൈഡിലുള്ള കടകൾ കംപ്ലീറ്റ് എന്തായി മാറിയ ഫാസ്റ്റ് ഫുഡ് ലഹരിയാണ്. ഈ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന പൊരിച്ചു വെക്കുന്നത് നല്ല ഒന്നാം തരം കറി അല്ലേ? തിന്നിട്ട് വന്നിരുന്ന കുഴി മാന്തലോട് മാന്തല, കുഴി മന്തി, പുതിയ പുതിയ സാധനങ്ങൾ വരികയല്ലേ? ഇതൊന്നും പണ്ട് ഞാൻ കണ്ടിട്ടില്ല. ലഹരിയാണത്, ലഹരി വസ്തുവാണ്. അപ്പൊ ഇതിനെ കുറിച്ച് പഠിക്കാൻ വളരെയധികമുണ്ട്. മനുഷ്യനെ ഇങ്ങനെ മാറ്റി 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 കൊണ്ടുപോവുകയാണ്. ഇനി ഒന്ന് ചിന്തിക്കാൻ ഒരു കാര്യം പറയാം, ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഈ പാവപ്പെട്ടവന്റെ തലയിൽ തിരിയുന്ന ചില സാധനങ്ങൾ കേരളത്തില്
മദ്യത്തിനെതിരെ ഭയങ്കര സമരങ്ങൾ നടന്നിട്ടുണ്ട് അല്ലേ? എത്ര സമരങ്ങളാണ് നടന്നിട്ടുള്ളത് അല്ലേ? മദ്യ നിരോധന സമിതി, എത്രയോ സമിതികൾ. അപ്പൊ എന്ത് സംഭവിച്ചു? എന്തില്ലാതായി? ഗുണമുണ്ടായി. എന്താ? നമ്മുടെ ഈ പ്രദേശത്ത് പണ്ടുണ്ടായിരുന്ന വാറ്റ് കംപ്ലീറ്റ് ഇല്ലാതായി. വാറ്റില്ല. ശരിയല്ലയോ? ശരിയാതെ വാറ്റില്ലാതായി. നല്ല കാര്യം. ആ വാറ്റില്ലാതായതോടുകൂടി പിന്നെ ചില കുരുത്തക്കേടുകളൊക്കെ വന്നു. അതും നമ്മൾ കർശനമാക്കിയതോടുകൂടി ആ പ്രശ്നം, കാരണം ഇടയ്ക്കിടയ്ക്ക് മദ്യ ദുരന്തങ്ങൾ ഉണ്ടാകുമായിരുന്നു കേരളത്തില്. മലപ്പുറവും ഒരു വലിയ മദ്യ ദുരന്തം കണ്ട ജില്ലയാണ്. കർശനമാക്കി നമ്മൾ ഇപ്പോൾ ഏകദേശം കുറെ വർഷമായിട്ട് കേരളത്തില് ദുരന്തം എന്ന് പറയുന്ന ഒരു സാധനം, മദ്യ ദുരന്തം എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തിലില്ല. പക്ഷേ ഇത് ചിന്തിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ചിന്തിക്കണം, അതിനു വേണ്ടിയാണ്. മദ്യമില്ലാതായോ? ഇല്ല. ചിന്തിക്കണം. മദ്യമില്ലാതായിട്ടില്ല. പകരം എന്ത് വന്നു? അംഗീകൃത ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾ വഴി ശുദ്ധമായ മദ്യം. അത് സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ മനുഷ്യ മനസ്സിന്റെ പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു ലഹരി വസ്തു ഉണ്ടായേ പറ്റൂ. മനുഷ്യനെ സ്വയം നിയന്ത്രിക്കാൻ കഴിയണം. ഞാൻ എനിക്കിത് വേണ്ട എന്ന് ശക്തമായ തീരുമാനം എടുക്കാൻ മനുഷ്യൻ പരാജയപ്പെടുന്നു. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ രണ്ടടിക്കട്ടെ എന്ന് പണി. പ്രതിസന്ധി ഘട്ടം വരുമ്പോ നമ്മൾ കാണുന്ന സിനിമകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരിക്കലും ഏതോ ശ്രീനിവാസന്റെ ഒരു ചിത്രത്തില് മദ്യം എങ്ങനെ കുടിക്കുന്നതെന്ന് പോലും അറിയാൻ വയ്യ. വീട്ടില് ഭാര്യയുമായിട്ടുള്ള പിണക്കം കാരണം പോയി മദ്യം കഴിക്കാൻ പോയ സീനുകൾ നമ്മൾ സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ മനുഷ്യന് പ്രയാസം വരുമ്പോൾ അവന് ഈ പ്രയാസങ്ങൾ ജീവിതത്തിലുള്ളതാണ്. മനുഷ്യ ജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. ആ പ്രതിസന്ധികളെ നേരിട്ട് ആ പ്രതിസന്ധികളെ തോൽപ്പിക്കുക എന്നുള്ളതാണ് മനുഷ്യനെന്ന് പറയുന്ന ജീവജാലത്തിന്റെ കഴിവ് എന്നുള്ളത് പലർക്കും മറന്നു പോകുന്നു. ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോ കിടന്ന് മനസ്സ് വിറയ്ക്കുന്നു, മനസ്സ് കിടന്ന് പിടയ്ക്കുന്നു. ആ പ്രയാസത്തെ തോൽപ്പിക്കാൻ പോയി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു. അതാണ് പ്രശ്നം. ആ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ പരിഹരിക്കേണ്ടത്. പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ ഞാൻ തിരുവനന്തപുരം ജില്ലയില് 2 വർഷം സർക്കാരിന്റെ പദ്ധതി വിമുക്തിയുടെ അസിസ്റ്റന്റ് കമ്മീഷണറായി. അവിടുന്ന് പ്രമോഷൻ കിട്ടിയാണ് ഞാൻ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് കാസർഗോഡ് 1.25 വർഷം. പിന്നെ ഒരു 3.5 മാസം ആലപ്പുഴയിൽ നിന്ന് ഇപ്പം 3 മാസം കഴിഞ്ഞു മലപ്പുറം. ഇനി എങ്ങനെയെങ്കിലും ഒരു 2 മാസവും കൂടെ തള്ളി നീക്കണം. ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് 2 മാസം കൂടെ ഉള്ളിൽ റിട്ടയർ ചെയ്യാൻ. ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രൊമോഷനും കൂടെ മിക്കവാറും കിട്ടും. 1 മാസം ജോയിന്റ് കമ്മീഷണറായിട്ട് ഇരിക്കുക. അങ്ങനെ തിരുവനന്തപുരത്തെ എന്റെ വിമുക്തിയുടെ അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന പ്രവർത്തനത്തില് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊന്ന്, നമ്മുടെ കൊച്ചുകുട്ടികൾ 12, 13, 14 വയസ്സുള്ള കുട്ടികൾ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട്
അനേക സംഭവങ്ങൾ എനിക്ക് തിരുവനന്തപുരത്ത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ എന്നെ ഏറെ ഞെട്ടിച്ചത് ഒരു 14 വയസ്സുകാരനാണ്. ആ 14 വയസ്സുകാരൻ എന്തുകൊണ്ട് ലഹരിയുടെ ലോകത്തേക്ക് വന്നു എന്ന് ചോദിച്ചിരുന്നാൽ വേദന ഉണ്ടാക്കുന്ന കാര്യം. കേരളത്തില് അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. എന്താണ്? ഒരു വിവാഹ ബന്ധം സ്ഥാപിച്ചാൽ തോന്നിയതുപോലെ പൊട്ടിച്ചു കളയുക. പൊട്ടിച്ചു കളഞ്ഞാൽ ഈ വിവാഹത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആയ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ കാര്യം ആര് നോക്കുന്നു? ഉത്തരവാദിത്വം വേണം. വാപ്പായ്ക്ക് വാപ്പയുടെ വഴിക്ക് പോകാം, ഉമ്മായ്ക്ക് ഉമ്മയുടെ വഴിക്ക് പോകാം. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഒറ്റ കുഞ്ഞിന്റെ ചോദ്യത്തിന് മറുപടി അറിയാനും ആര് പറയും? അവൻ എങ്ങനെ ജീവിക്കും? അവൻ ആര് ആഹാരം കൊടുക്കും? അവന് പുസ്തകം ആര് വാങ്ങിക്കൊടുക്കും? അവന് വസ്ത്രം ആര് വാങ്ങിക്കൊടുക്കും? അവന് പാർപ്പിടം ആര് കൊടുക്കും? അവൻ വഴി തെറ്റില്ലേ? തെറ്റും, വഴി തെറ്റും. അനേകം കുട്ടികൾ, ആ കുഞ്ഞിന് ബാക്കിയുള്ള കുട്ടികളുടെ കണക്ക് ജീവിക്കണമെങ്കിൽ അവന് കാശ് വേണം. കാശ് അവൻ ഉണ്ടാക്കും. അത് നിങ്ങളാരും ആരും പറഞ്ഞു കൊടുക്കണ്ട. അവനെ നോക്കിയിരിക്കുന്ന ലോബികളുണ്ട്. പണത്തിന് വേണ്ടി മറ്റുള്ള കുട്ടികൾ നല്ല ഡ്രസ് ഇടുമ്പോൾ ആ കുട്ടിക്ക് ഡ്രസ്സില്ല. മറ്റുള്ള കുട്ടികൾ ഇപ്പോഴത്തെ പിള്ളേരുടെ വെള്ള ഷൂയും ഇട്ട് ഇങ്ങനെ നടക്കുമ്പോ അവനും വെള്ള ഷൂ വേണ്ടേ? അവനും നല്ല ഉടുപ്പ് വേണ്ടേ? അവനും ഈ സൈഡൊക്കെ മാന്തിക്കുളത്ത് വേണ്ടി നിലമ്പൂര് ഫോറസ്റ്റ് ഫിറ്റ് ചെയ്തിട്ട് അതിനകത്ത് സ്വർണ്ണ നിറം അവന് പഠിക്കട്ടെ? അവന് തേടി ലഹരി ലോബിയെത്തും. കാരണം ഈ കുട്ടി അനാഥൻ, അച്ഛനുമില്ല, അമ്മയുമില്ല, അമ്മുമ്മയുടെ കൂടെ ജീവിക്കുന്നു. അവർക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. കൗമാരക്കാരനായ കുട്ടി, അവനെ ലോബികൾ പിടിക്കും. അവന്റെ കയ്യിൽ ലഹരി വസ്തു കൊടുത്തിട്ട് പറയും, നീ എനിക്ക് ഇത് വിട്ടിട്ട് 2000 രൂപ തന്നാൽ മതി, ബാക്കി എത്ര കിട്ടിയിരുന്നാലും നീ എടുത്തോ. അങ്ങനെയാണ് പല കുട്ടികളും ഇതിന്റെ പിടിയിൽപ്പെടുന്നത്. നമ്മുടെ ആൺകുട്ടികളുടെ സ്കൂളില് മൂത്രപ്പുരയുടെ അകത്തേക്ക് കയറി ചെന്നാൽ വെളുത്ത കുഞ്ഞ് തലയണ പോലെ ഒരു സാധനം കിടക്കുമെന്ന് പറയും. ഇങ്ങനെയുള്ള കുഞ്ഞു വെളുത്ത ഒരു സാധനം പിള്ളേർക്കറിയാം. കൂട് കൂട് എത്ര കൂളായിട്ടാണ് ഈ കൂടെന്ന് പറയുന്ന സാധനം തിരി വെക്കുന്നതെന്ന് അറിയാമോ? പിള്ളേരൊക്കെ ഈ കൂടിന് ചരിത്രമുണ്ട്. പറയാം, ഈ കൂടെന്ന് പറയുന്ന വെളുത്ത സാധനം പിള്ളേരെടുത്ത് തിരിച്ച് കയറ്റി വെക്കും. ഇത് മുതിർന്നവർ ഇടക്കിടക്ക് നാട്ടില് ഒരു പിടിച്ച കണക്കുണ്ട്. എവിടെ പോകാ അല്ലെ? ഇതെല്ലാം കൊച്ചു കുഞ്ഞുങ്ങൾ കണ്ടോണ്ടിരിക്കുക. ഇനി ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത് ഇത് പുകയില ഉൽപ്പന്നം മാത്രമാണ്. പുകയില ഉൽപ്പന്നം, പുകയില നമ്മുടെ മുറുക്കാൻ ഉപയോഗിക്കുന്ന പുകയില. പക്ഷേ ഇത് റോ അല്ലെങ്കിൽ പച്ചയായ പുകയില അല്ല. പുകയില കമ്പനിക്കാര് ചെറിയ പീസുകളാക്കി നുറുക്കി അതിനെ നല്ലതുപോലെ ഉണക്കിയെടുത്ത് അത് ചീത്തയാകാതിരിക്കാനുള്ള അനേകം കെമിക്കലുകളൊക്കെ ആഡ് ചെയ്ത് ചെറു പാക്കുകളിലാക്കി ഉച്ചയുടെ വലിയൊരു പാക്കിനാക്കി വലിയ പാക്കുകളാക്കിയായിട്ട് കമ്പനികൾ വിൽക്കുന്നു. വടക്കിന്ത്യൻ കമ്പനികൾ. 2014 കേരളത്തിലുണ്ടായിരുന്ന ഗവൺമെന്റ് ഇതിനെ നിരോധിച്ചു. കാരണം ഇത് ആളുകളുടെ കയ്യിലെത്തുന്നുണ്ട്. ഇത് ചെറിയിൽ വെക്കുന്നതാണ്. ടുബാക്കോയുടെ ആഡഡ് പ്രോഡക്റ്റ് ആണിത് എന്ന് പറഞ്ഞാൽ ഉപോൽപ്പന്നമാണ്.
ഇത് കേരളത്തിൽ ഒരു കടക്കാരനും ബില്ലടിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം കേരളത്തിൽ വിറ്റഴിക്കാൻ പറ്റില്ല, കേരളത്തിൽ നിരോധിച്ചതാണ്. ഒരു കച്ചവടക്കാരനും ടാക്സ് തന്റെ ടിൻ നമ്പർ ഉപയോഗിച്ച് ഒരു ബില്ല് ജനറേറ്റ് ചെയ്ത് ഈ പുകയില ഉൽപ്പന്നം കൂളോ ഹാൻസോ തുടങ്ങിയുള്ള പുകയില ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ കൊണ്ട് വിൽക്കാൻ പറ്റില്ല. പക്ഷെ ഇത് എങ്ങനെ കൊണ്ടുവരുന്നു? വലിയ സവാള വണ്ടിയുടെ അടിയിൽ മീൻ വണ്ടിക്കകത്ത് ഒളിച്ചു കടത്തുകയാണ്. എന്താ കാരണം? പിടിച്ചാൽ 200 രൂപ ഫൈനേ ഉള്ളൂ. ഇതിനെ നിയന്ത്രിക്കുന്ന നിയമ പുസ്തകമാണ് കോഡ്പ, സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട്. ആ നിയമ പുസ്തകം പ്രമാണിച്ച് 200 രൂപ ഫൈൻ അല്ലാതെ വേറൊന്നും നമുക്ക് അടിക്കാൻ ആ നിയമ പുസ്തകത്തിൽ വ്യവസ്ഥയില്ല. ഇതാണ് പലപ്പോഴും എക്സൈസിനെതിരെ നാട്ടുകാരുടെ പരാതി. സാറേ, നിങ്ങൾ ആ കടയിൽ കയറി, ആ ഉസ്മാന്റെ കടയിൽ കയറി നിങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് 2000 രൂപയും മേടിച്ചു എന്ന് പോയതല്ലയോ? അവൻ അവിടെ കച്ചവടം ചെയ്തോണ്ടിരുന്നില്ലേ? എന്താ സാറേ ഇങ്ങനെയൊക്കെ? സംഗതി എന്താ? അയാൾക്ക് ഫൈൻ അടച്ചു കൊടുക്കണം. ഇത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ ഈ കൂള് ഹാൻഡ്സ് തുടങ്ങിയുടെ കാര്യത്തിൽ. പക്ഷേ ഈ ഹാൻഡ്സ് ആയിരുന്നാലും കൂളായിരുന്നാലും ഇതിന്റെ വില ഭയങ്കരമാണ്. കേരളത്തിൽ നിരോധിച്ചത് കാരണം ഈ ചെറിയ സാധനത്തിന്റെ വില, ചെറിയ പാക്കറ്റിന്റെ വില 7 രൂപയാണെങ്കിൽ അത് കേരളത്തിലെ ജില്ലകളിൽ വിൽക്കപ്പെടുന്നത് 70 രൂപയ്ക്കാണ്. കേരളത്തിൽ വിൽക്കാൻ പാടില്ല, പക്ഷെ കേരളത്തിൽ കൊണ്ട് വിൽക്കുന്നു. 7ന്റെ സ്ഥാനത്ത് 70 രൂപ. എത്ര ടൺ സാധനം കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്നു? അപ്പോൾ എന്താണ് അവിടെ ഉണ്ടാകുന്നത്? കള്ളപ്പണം. ഈ കച്ചവടത്തിൽ ഉണ്ടാകുന്നത് കള്ളപ്പണം, രേഖകളില്ലാത്ത പണം. ആർക്കാണ് ഈ രേഖകളില്ലാത്ത പണം വേണ്ടുന്നത്? മലപ്പുറം ജില്ലയിൽ ഇത് കച്ചവടം ചെയ്യുന്നത് ചൈനക്കാരനാണോ? മലപ്പുറം ജില്ലയിൽ ഇത് കച്ചവടം ചെയ്യുന്നത് ചൈനക്കാരന്, റഷ്യക്കാരന്, അമേരിക്കക്കാരനാണ്. ഇല്ലയോ? ഉത്തരം ചൈനക്കാരന്, റഷ്യക്കാരന്, അമേരിക്കക്കാരന്, പിന്നെ എവിടുത്തുകാരാ? മലപ്പുറത്തുകാർ തന്നെയാണ്. അപ്പോ കള്ളൻ എവിടെ? കപ്പലിൽ തന്നെ. പിടിച്ചാ പോലെ അപ്പൊ ഈ കള്ളപ്പണം ഉണ്ടാക്കുന്നത് ആര്? ഇയാളെ ഇവിടെ വിളിക്കണ്ടായിരുന്നല്ലേ ഈ ക്ലാസ് വെക്കാൻ? ഇങ്ങനെ ഈ ക്ലാസ് വെക്കാൻ ഇവിടെ വിളിക്കണ്ടായിട്ടോ? ഉള്ള സത്യം പച്ചയായിട്ട് വിളിച്ചു പറയുന്നു. ഇവിടുത്തെ പിള്ളേരുടെ പള്ള കീറിയിരുന്നാലോ, യവനൊക്കെ ലഹരിക്ക് അടിമപ്പെട്ടാലോ എനിക്കെന്തെന്ന്? എന്റെ ഗീസ വീർക്കണം, എന്റെ ഗീസ വീർക്കണം. എനിക്ക് ഭയങ്കര കൊട്ടാരം പോലുള്ള വീട് വെക്കണം. വല്ല വല്ലം എനിക്ക് വലിയ വീട് വെക്കണം. പച്ചയായിട്ട് പറയാ, ഞാൻ പച്ചയായ യാഥാർത്ഥ്യം പറയുകയാണ്. പച്ചയായ യാഥാർത്ഥ്യം. നമ്മൾ തീരുമാനിക്കാതെ നമ്മുടെ നാട് വേറെ ആരെങ്കിലും കൊണ്ടുപോയി വാഷിംഗ് മെഷീനകത്തിട്ട് കുറെ ഡിറ്റർജന്റ് ഇട്ട് വെള്ളം ഇട്ട് കറക്കി 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 എടുത്തു തരുന്ന കാര്യം വിചാരിക്കേണ്ട. നമ്മൾ തന്നെ വിചാരിക്കും.
രണ്ട്, മലപ്പുറത്തെ അനുഭവം തന്നെ പറയുമ്പോഴാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാം. 3 മാസമായിട്ട് ഞാൻ വന്നിട്ട് മലപ്പുറം എന്തിനും പഠിച്ചു. എനിക്ക് കുറെ ദിവസമായിട്ട്, കുറെ നാളുകളായിട്ട് ഇങ്ങനെ പരാതി വരും. പരാതി എന്ന് പറഞ്ഞാൽ ഗംഭീര പരാതി. പരാതി എന്ന് പറഞ്ഞാൽ ഇന്നാല് ഭയങ്കര കച്ചവടമാണ്, അവൻ ഉണ്ടാക്കിയിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയാണ്. 4000 സ്ക്വയർ ഫീറ്റ് വീട്, 4 വലിയ കാറ്, ഇന്നെടുത്ത് പുരേടങ്ങൾ. അപ്പൊ ഞാൻ അതെടുത്ത് വെച്ച് അന്വേഷണം തുടങ്ങിയപ്പോഴാണ് മഹാബുദ്ധിമാൻ ഈ പറയപ്പെടുന്ന സ്ഥലമൊന്നും ഇയാളുടെ പേരിലല്ല, ഈ വ്യക്തിയുടെ പേരിലല്ല. നമുക്ക് ചില നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അത് കുറച്ച് ഞാനത് എല്ലാം ഒന്നും ഇവിടെ പറയാൻ പറ്റൂല. ഞാൻ അതിന്റെ അന്വേഷണം മധ്യത്തിൽ നിൽക്കുകയാണ്. ആളിപ്പോ ഇവിടെ ഇല്ല, ഇവിടെ വരൂല്ല. കഴിഞ്ഞ ദിവസം ഈ മനുഷ്യന്റെ വീട്ടിലേക്ക് എന്റെ 3 ഉദ്യോഗസ്ഥരെ അയച്ചു. അപ്പൊ അവര് പറഞ്ഞു, സാറേ അവിടെ ഒരു ക്യാമറ, ഇവിടെ ഒരു ക്യാമറ, മേളിൽ ക്യാമറ, 4 ചുറ്റും ക്യാമറ, വീട്ടിലാകെ വരുന്നു എന്ന് ദൂരെ ഇരുന്ന് ഇരിയാൻ കാരണം. ആലപ്പുഴയിലാണ്, തമിഴ്നാട്ടിൽ ഒരു പ്രദേശത്തുണ്ട്. ചെന്ന് ചോദിച്ചാൽ, വീട്ടിൽ അന്വേഷിച്ചാൽ അവിടെ വേറെ ബിസിനസിന്റെ പേരൊക്കെ പറയും. പക്ഷെ ഉണ്ടാക്കിയിട്ടുള്ളത് കോടാനുകോടി രൂപയും. മലപ്പുറത്തേക്ക് വരുന്ന കംപ്ലീറ്റ് കഞ്ചാവിന്റെയും കംപ്ലീറ്റ് MDMA-യുടെയും സൂത്രധാരൻ കൈകൊണ്ട് തൊടൂല. അതുകൊണ്ട് നമുക്ക് പിടിക്കുക എന്ന് പറയുന്നത്, പിന്നെ ഇയാളുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നമ്മൾ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തേണ്ട ഒരു സാഹചര്യം. അതുകൊണ്ട് ഇതിന്റെ അന്വേഷണങ്ങളൊക്കെ അതിഭീകരമാണ്, കട്ടിയാണ്. കൃത്യമായിട്ട് അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പലപ്പോഴും ഇത്തരം കേസുകൾ പരാജയപ്പെട്ടു പോകും. ഈ അടുത്ത സമയത്ത് ഞാൻ വന്ന 1 മാസം കഴിഞ്ഞപ്പോ മഞ്ചേരിയിൽ ഒരു കേസ് എടുത്തു. മലപ്പുറം സ്ക്വാഡിന്റെ സർക്കിൾ ഇൻസ്പെക്ടർ എടുത്ത കേസാണ്. ആ കേസ് എടുത്തത് നല്ല രസമാണ്. ഇൻഫർമേഷൻ കിട്ടി, ഇന്നാല് ഇത് കച്ചവടം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഇടപാട് നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള രഹസ്യമായിട്ടുള്ള വിവരം കിട്ടി. ഞങ്ങളുടെ ആളുകൾ പ്രച്ഛന്ന വേഷത്തിൽ കച്ചവട സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ വണ്ടിയെ നോട്ടീസ് ചെയ്തു. 1 കിലോമീറ്റർ അപ്പുറത്ത് ഞങ്ങളുടെ യൂണിഫോം ധാരികൾ വാഹന പരിശോധന നടത്തുകയാണ്. അപ്പോ വെട്ടിച്ച് ഓടാൻ ഭാവിച്ച ഈ വണ്ടിയെ ഞങ്ങൾ തടഞ്ഞു നിർത്തി. ഒരു ഇച്ചിരി ശ്രമം ചെയ്യേണ്ടി വരും. വണ്ടിയുടെ ഡിക്കി തുറന്നപ്പോ 20 കിലോ കഞ്ചാവ്, 10 ചെറിയ ഇങ്ങനെ ബോക്സ് പോലുള്ള. ചോദ്യം ചെയ്യണമെങ്കിൽ പെട്ടെന്നൊന്നും അവരൊന്നും മനസ്സ് തുറക്കൂല. നല്ല 1-ാം തരം താരങ്ങളാണ്. അങ്ങനെ ചോദ്യം ചെയ്ത് ഇതിന്റെ ഇടയ്ക്ക്, ഈ പിടികൂടുന്നതിനിടയ്ക്ക് യവന്മാരൊരു പണി ചെയ്തിട്ടുണ്ടെന്നറിയാം. ഈ ഒരു ഉദ്യോഗസ്ഥന് ഒരുത്തനെ നല്ല 2 കൈ കൊണ്ട് 100 രൂപ പിടിച്ചപ്പോ പോക്കറ്റിൽ ഒരു സാധനം എടുത്തിട്ട് ഈ പിടിച്ച ഉദ്യോഗസ്ഥന്റെ ഈ തലയുടെ ഈ ഭാഗം, നട്ടലിനോട് ചേർന്ന ഭാഗത്ത് തോക്ക് പോലൊരു സാധനം ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒരു കാച്ചി ഒരൊറ്റ പിടി. തോക്കല്ല, ഇലക്ട്രിക് ഷോക്ക് നൽകുന്ന ഒരു സാധനം.
ഈ നട്ടലിലൂടെ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഷോക്കാണ്. ഈ കയ്യങ്ങ് വിട്ടു കഴിഞ്ഞിരുന്നാൽ ഇറങ്ങി പോടാൻ. പക്ഷെ ഈ ഉദ്യോഗസ്ഥൻ കടിച്ചു കുടിച്ച് വിട്ടില്ല. അവരുടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും, തോക്കുണ്ടാവും, മാരകമായിട്ടുള്ള നല്ല പിച്ചാക്ഷികൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഈ 20 കിലോ പിടിച്ച് ചോദ്യം ചെയ്തപ്പോ തിരിച്ചും മറിച്ചും ആദ്യം ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കും, വീണ്ടും ചോദിച്ചിട്ട് വീണ്ടും ആ ചോദ്യം കഴിഞ്ഞിട്ട് വേറൊരു ചോദ്യം ചോദിക്കും, കുറെ ചോദ്യം ചോദിച്ചിട്ട് വീണ്ടും ആദ്യത്തെ ചോദ്യം എവിടെങ്കിലും കൊണ്ടിട്ട് തെറ്റിക്കണം ഉത്തരം. അങ്ങനെ തെറ്റിച്ചപ്പോ പറഞ്ഞു, സാറേ ഇനിയും സാരമുണ്ട്. അപ്പൊ പിന്നെ ആ ചോദ്യം ആ ശൈലിയായപ്പോ മഞ്ചേരിയിൽ തന്നെ എവര് കട വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുകയാണ്. കട വാടകയ്ക്ക് 1-2 കടയല്ല, ഒരു നിര കടകളുടെ ഒരു നിര 10 കടകൾ ഒന്നിച്ചെടുത്തിട്ടിരിക്കുകയാണ്. ഓരോ കടയും തുറന്ന് കാണിച്ചു. അവസാനത്തെ കട സാറേ അയ്യോ താക്കോല് പോക്കറ്റിൽ ഉണ്ടായിരുന്നതാണല്ലോ, ഇതെവിടെ പോയി? അവസാനത്തെ റൂം തുറക്കുന്നില്ല. അപ്പൊ നമ്മൾ ചില തന്ത്രം പ്രയോഗിക്കും, താക്കോല് തനിയെ മാറ്റും. തന്ത്രം പ്രയോഗിച്ചപ്പോ അതിൽ ഒരു മുറിയുടെ ഉള്ളിൽ ഒരു അറ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെച്ചിരിക്കുന്നു താക്കോൽ. ആ താക്കോൽ എടുത്തുകൊണ്ട് ആ തുറക്കാത്ത അവസാന മുറി തുറന്നപ്പോ അതിനകത്തിരിക്കുന്നു 20 കിലോ 40 കിലോ കഞ്ചാവാണ് മഞ്ചേരിയിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 1-ാം തീയതി ഞങ്ങൾ എടുത്തത്. 40 കിലോ കഞ്ചാവ്. അറിയാമായിരിക്കും. കഞ്ചാവ് കേസിലെ പ്രധാന പ്രതിയുടെ വാപ്പായും ഉമ്മായും ഇവിടെ അറിയാമോ? അവർ 34 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ പ്രധാനപ്പെട്ട പ്രതിയുടെ വാപ്പായും ഉമ്മായും ഇവിടുത്തുകാര് തന്നെ 34 വർഷം. മഞ്ചേരി കോടതി NDPS കോടതി വളരെ കർശനമാണ്. അപ്പൊ ഞാനിത് സൂചിപ്പിക്കുന്ന ഓരോ കേസുകളും എടുത്ത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ആളുകൾ തന്നെയാണ്. ഇത് വേറെ നമ്മൾ കുറ്റമോ മറ്റോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആളുകൾ തന്നെയാണ്. നമ്മൾ തന്നെ വിചാരിച്ചിരുന്നാലേ ഇത് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇന്നലെ നടന്ന വിശേഷം വല്ലവർക്കും അറിയാമോ? സംഗതി ഇച്ചിരിയേ ഉള്ളൂ, ഇച്ചിരി സാധനമേ ഉള്ളൂ. 6 ഗ്രാം വലിയ കേസൊന്നും അല്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം, ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ആ വേടന്റെ കയ്യിൽ പിടിച്ചു എന്ന് ആ പോലീസിന് മൊഴി കൊടുത്തല്ലോ, ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ പ്രശ്നം എന്താ പ്രശ്നം? ഇന്ന് കേരളത്തില് ഏറ്റവും സ്വാധീനമുള്ള റാപ്പ് ഗായകനാണ് പാലക്കാടുകാരനായ ഈ പയ്യൻ. എവിടെ ചെന്നിരുന്നാലും ജനത്തെ കൂട്ടാൻ ശേഷിയുള്ളവൻ. പക്ഷെ പാടുന്ന പാട്ടുകളെല്ലാം കേട്ടിട്ടുണ്ടോ? അത് എനിക്കിവിടെ പാടാൻ പറ്റൂല. ഈ യൂണിഫോം ഇട്ടിരിക്കുമ്പോ പാടാൻ പറ്റില്ല. കാരണം പച്ച തെറിയാണ് പാടുന്നത്. കേട്ടിട്ടില്ലേ പാട്ട്? സഭ്യമല്ലാത്ത പദപ്രയോഗങ്ങളാണ്. വേറെ ഉണ്ടായിരുന്നു. എറണാകുളത്തുകാരനായ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് തൊപ്പി അല്ലേ? ആ വലയിൽ പിടിച്ചു. ഇത് സൂചിപ്പിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾ ഇത് ഓരോന്നും എടുത്തു വെച്ച് മനസ്സിലാക്കണേ. എന്താണ് യഥാർത്ഥത്തിൽ വർക്കാകുന്നത്? എന്തുകൊണ്ട് നമ്മുടെ കുട്ടികള്, നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനെ പോകുന്നു? 1-2 കാര്യങ്ങളല്ല, അനേകം വിഷയങ്ങളുണ്ട്.
കുടുംബത്തിലെ പ്രശ്നങ്ങള്, തൊഴിലില്ലായ്മ, പട്ടിണി, ജനിക്കുമ്പോഴുള്ള ചില വൈകല്യങ്ങള് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് കുട്ടികൾക്ക് ഏത് മുട്ടായി കൊടുത്തൂടാ? ചോക്ലേറ്റ് കൊടുക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കടയിൽ നിന്ന് മേടിക്കുന്ന നീല പൊതിക്കാതിരിക്കുന്ന ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, ഓറിയോ ചോക്ലേറ്റ് ബിസ്ക്കറ്റുകൾ ഹൈപ്പർ ആക്റ്റീവ് കുട്ടികൾക്ക് കൊടുക്കരുത്. എന്താ കാര്യം? മയക്കുമരുന്ന് വിഭാഗത്തിലെ ഒരു ചെടിയാണ് കൊക്കോ. ഓപ്പിയം എന്ന് പറയുന്നത് കറുപ്പുണ്ടാക്കുന്നത്. കറുപ്പിന്റെ വകഭേദങ്ങൾ അനേകമുണ്ട്. പണ്ടിവിടെ നമുക്ക് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, ഒരു കഫ് സിറപ്പ് കിട്ടുമായിരുന്നു. ഫെന്റാനിൽ എന്ന് പറയുന്ന ഔഷധം ചേർന്നിട്ടുള്ള കഫ്. കേൾക്കാമോ? ഓക്കെ. അപ്പൊ ഫെന്റാനിൽ നിങ്ങള് മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലില് യൂട്യൂബ് എടുത്തിട്ട് കെൻസിംഗ്ടൺ എന്ന് പറയുന്ന ഒരു പേര് അടിച്ചു കൊടുത്തിരുന്നാൽ കുറെ വീഡിയോസ് വരും. അതുപോലെ ഫിലാഡൽഫിയ ക്രൈസിസ്, അമേരിക്കയിലെ സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞ കെൻസിംഗ്ടൺ, ഫിലാഡൽഫിയ ക്രൈസിസ് എന്ന് ആ യൂട്യൂബിനകത്ത് അടിച്ചു കൊടുത്തിരുന്നാൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട യൂട്യൂബ് വരും. എന്തെന്നറിയോ? പാശ്ചാത്യ പല രാജ്യങ്ങളിലും ചെറിയ തോതിൽ, ചെറിയ അളവിൽ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ അനുമതി കൊടുക്കപ്പെട്ട്, ചെറിയ തോതിൽ. അതാണ് കേരളത്തില് ചില വേട്ടാളന്മാര് ഇപ്പൊ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ മയക്കുമരുന്ന് ചെറിയ തോതിൽ അങ്ങോട്ട് അനുവദിച്ചാൽ ഈ പ്രശ്നമൊക്കെ തീരും. പക്ഷെ അനുവദിച്ചിട്ടുള്ള എവിടെല്ലാം ചെറിയ തോതിൽ അനുവദിച്ചിട്ടുണ്ടോ അവിടെല്ലാം വലിയ പ്രതിസന്ധികളാണ് ഉണ്ടായിട്ടുള്ളത്. അമേരിക്കയില് ചെറുപ്പക്കാരുടെ 50% ചെറുപ്പക്കാരും ഉഗ്രം മയക്കുമരുന്നിന് അടിമകളാണ്. നിങ്ങൾ എടുത്തു നോക്കണം, പഠനം നോക്കണം. ലോകത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന്റെ പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുകയാണ് അമേരിക്ക. നമ്മൾ പല ലേഖനങ്ങളും എടുത്തു വെച്ച് പഠിക്കുമ്പോൾ 5 ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന്റെ ഭീഷണിയുള്ള അല്ലെങ്കിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ ആദ്യത്തെ ലോകത്തെ 5 രാജ്യങ്ങളില് ആദ്യത്തെ രാജ്യത്തിന്റെ പേര് ഇറാൻ. ലോകത്ത് മയക്കുമരുന്നിന്റെ പ്രതിസന്ധി നേരിടുന്ന ആദ്യത്തെ രാജ്യം ഇറാൻ. 2 അഫ്ഗാനിസ്ഥാൻ, 3 റഷ്യ, 4 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, 5 ബ്രിട്ടൻ. നോക്കുക, എവിടെ സാമ്പത്തികം കൂടുതലുണ്ടോ, എവിടെ സമ്പത്ത് കൂടുതലുണ്ടോ അവിടെ മയക്കുമരുന്ന് ഉണ്ടായിരിക്കും. ഒരു സംശയം വേണ്ട. പണം കൂടുമ്പോൾ സുഖിക്കണമെന്ന് തോന്നും. ആനന്ദം എന്ന് ഈ പണം എന്തെങ്കിലും ചെയ്യണ്ടേ അല്ലേ? പുസ്തകങ്ങൾ നോക്കോ. ഞാന്
ഈ കോളേജ് അധ്യാപകർക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കാൻ അവസരം കിട്ടിയപ്പോ, കോളേജ് അധ്യാപകർ വലിയ ആളുകളാണല്ലോ, അപ്പൊ അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഗൂഗിളിനകത്ത് കയറിയിട്ട് ഗൂഗിൾ ക്രോമില് അഡിക്ഷൻ എന്നൊരു വാക്ക് അടിച്ചു കൊടുത്തത്. അഡിക്ഷൻ അറിയാത്ത ഇത് അഡിക്ഷൻ, അഡിക്ഷൻ ആസക്തി. അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല, അതില്ലെങ്കിൽ എനിക്ക് പറ്റൂല, എനിക്ക് പറ്റൂല. അതല്ലേ നമ്മുടെ പിള്ളേരിപ്പം പറയുന്നത്. അല്ലേ? നല്ലത് ഈ കൗമാരകാലത്തെ ഒരു കുഴപ്പമേ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഏറ്റവും ഹരമാണ് ബെസ്റ്റി. ബെസ്റ്റി ഇല്ലെങ്കിൽ നാണക്കേടല്ലേ? അമ്മമാരും അച്ഛന്മാരും പറയുക, ഒരു കാര്യം പറഞ്ഞേക്കുക, മക്കളുടെ അടുത്ത് എല്ലാ ദിവസവും കൃത്യമായിട്ട് സംസാരിക്കണം. പിള്ളേരുടെ കൂടെ അല്പനേരം സംസാരിക്കാനുള്ള സമയം പറഞ്ഞ സ്പെൻഡിങ് ഇഫക്റ്റീവ് ടൈം വിത്ത് യുവർ ചിൽഡ്രൻ. കുട്ടികളുടെ കൂടെ ചിലപ്പോൾ ഇന്ന് ഫുട്ബോൾ കളിക്കേണ്ടി വരും. വാപ്പാതിനെ നാണക്കേടായിട്ട് വിളിക്കരുത്. രാത്രി 12 മണിക്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് 1 മണിക്കൂർ, രാത്രി 1 മണി വരെ ഫുട്ബോൾ കളിച്ചവരാണ് ഞാൻ. 2 ആൺമക്കളാണ് എനിക്കുള്ളത്. മൂത്തയാള് 10-25 വയസ്സായി, ഇളയത് ഇപ്പൊ 10ാം ക്ലാസ് അങ്ങോട്ട് എഴുതിയിട്ട് നിൽക്കുന്ന മഹാൻ. ഒരു രക്ഷയുമില്ല. ഇപ്പോഴത്തെ ന്യൂജൻ ബോയ്താണ്. നിങ്ങൾക്കൊക്കെ എന്തോ അറിയാം, നിങ്ങൾക്ക് വല്ലതും അറിയണോ? ഞങ്ങൾക്കൊക്കെ എല്ലാം അറിയാം. അപ്പൊ കുഞ്ഞുങ്ങളുടെ മനസ്സ് തിരിച്ചറിഞ്ഞ് ഞാന് വളരെ എനിക്ക് പോകണം കേട്ടോ. 3:30 ആകുമ്പോൾ ഞാനത് നിർത്തും. കാരണം നമ്മുടെ കളക്ടറേറ്റിൽ ഇതുപോലെ ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ ഒരു പ്രോഗ്രാം നമ്മുടെ ജിഫ്രി തങ്ങള് അവരവിടെ വലിയൊരു പ്രോഗ്രാം വെച്ചിരിക്കും. അവിടെ എത്തണം. ഞാൻ തന്നെ ചെന്ന മതി എന്ന് അവിടെ വിടുക. ഈ കൗമാര കാലഘട്ടമാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ സമയത്ത് ഈ കുട്ടികളുടെ മനസ്സിനകത്തൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്താണെന്ന് ഒരു മാതാവും പിതാവും തിരിച്ചറിയണം. കുട്ടികള്, ഒരു കുട്ടി ജനിച്ചാൽ ഒരു 6 വയസ്സ് വരെ അവൻ മാതാവിന്റെയും പിതാവിന്റെയും പിടിയിൽ നിൽക്കും. അവന്റെ ബുദ്ധി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഓരോന്നും കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാവിനും പിതാവിനും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കുട്ടി പിന്നെ സ്കൂളിലൊക്കെ അങ്ങോട്ട് പോയി തരുമ്പോ പുതിയ കൂട്ടുകാര്, പുതിയ ലോകം, അവിടുത്തെ കൂട്ടുകാരിൽ നിന്നും അവിടുത്തെ മുതിർന്നവരിൽ നിന്നും കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അപ്പോഴാണ് ആ കുട്ടിക്ക് തോന്നുന്നത്, വീട്ടിലിരിക്കുന്ന തോന്നലൊന്നും കൊള്ളൂല, അതിനൊന്നും ഒരു കാര്യം അറിഞ്ഞൂടാ, ഇവിടെ ഉള്ളവരാണ് ഭയങ്കര ശ്രദ്ധ, അങ്ങോട്ടേക്ക് പോകും. അതിനാണ് 10 വയസ്സ് കഴിയുന്ന കൗമാരക്കാരായ കുട്ടികള് അവരുടെ ഗ്രൂപ്പ് ഉണ്ടാവും. അതിനാണ് പറയുന്നത് ഫോർമേഷൻ ഓഫ് പിയർ ഗ്രൂപ്പ് എന്ന് പറയും, സമപ്രായക്കാരുടെ ഗ്രൂപ്പ്. ആ പിയർ ഗ്രൂപ്പിനകത്ത് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചർച്ച ചെയ്യാൻ. കാരണം നമ്മളൊരു ഇഡിയൻ ബോക്സ് പേടിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു ഇഡിയറ്റ് ബോക്സ്. കാരണം ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയാമോ? ഇതിനകത്ത് തുറന്ന വാട്സാപ്പ്, ഫേസ്ബുക്ക്, പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇൻസ്റ്റാഗ്രാം. ഇങ്ങനെ എടുക്കും. സുലിഫി എടുത്തിട്ട് ഏതിലിടും? ഇൻസ്റ്റാ അക്കൗണ്ടിലിടും. എന്നിട്ട് നോക്കിയിരിക്കും. എന്താ നോക്കിയിരിക്കുന്നേ? എന്നെ ഇഷ്ടായ ലൈക്ക്. ഈ ലൈക്ക് കിട്ടിയില്ലെങ്കിലോ അന്നത്തെ ദിവസം പോക്കാം. ഇതാരാ? പൊടിപ്പിള്ളാരെ മാത്രമാണോ ലൈക്ക് നോക്കിയിരിക്കുന്നേ? പൊടിപ്പിള്ളാര് മാത്രമാണോ ലൈക്ക് നോക്കിയിരിക്കുന്നത്?
യൂട്യൂബ് ഒന്നും കാണുന്നില്ലേ നിങ്ങള്? എത്രയോ പോലീസ് സബ് ഇൻസ്പെക്ടർമാരും സർക്കിൾമാരും പറയുന്ന സംഭാഷണങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്തുവാ? പൂർവ്വ വിദ്യാർത്ഥി സംഗമം ലൈക്ക് ഒടിച്ചോടി. ഇത് കണ്ടിട്ടാണ് ആര് പഠിക്കുന്നത്? അവരുടെ മക്കൾ പഠിക്കുന്നത്. ലൈക്ക് ഞാൻ തമാശ പറഞ്ഞല്ല, ചിരിക്കാൻ പറഞ്ഞല്ല. താനൂര് ഒരു മാസത്തിന് മുമ്പ് പരീക്ഷ എഴുതാൻ പോയ 2 പെൺകുട്ടികൾ, 18 വയസ്സിന് താഴെ പ്രായമുള്ള +1 പഠിക്കുന്ന 2 പെൺകുട്ടികൾ സ്കൂളിൽ പോയി പരീക്ഷ എഴുതിയിട്ട് തിരിച്ചു വന്നു. റെയിൽവേ സ്റ്റേഷനിൽ കയറി ട്രെയിനിൽ കയറി ഒരൊറ്റ പോക്കും പൂനെ ചെന്നിറങ്ങി. അവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു സലൂണിൽ കയറിയിട്ട് ഒരു കുട്ടി നല്ല നീളം കൂടിയുള്ളത് കട്ട് ചെയ്തിട്ട്, ഹായ് എത്ര സുന്ദരം, എന്റെ ഇഷ്ടം, എന്റെ സ്വാതന്ത്ര്യം, എന്റെ സന്തോഷം, മൈ ലൈഫ് മൈ റൂൾസ്. ഈ പൂനെയോ ഈ ട്രെയിനിൽ കയറി പോണെന്നോ ഒന്നും ഈ പെൺകുട്ടികൾക്ക് എങ്ങനെയാ പോകേണ്ടത് അറിയില്ല. എങ്ങനെ പഠിച്ചു? ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഫോട്ടോ ഇട്ടു. ആ ഫോട്ടോയ്ക്കകത്ത് നിലമ്പൂരുള്ളത് വേട്ടാവലിൽ കയറി കൊത്തി. അങ്ങനെ ചാറ്റിംഗ്. ഈ വേട്ടാവലിനെ കണ്ടിട്ടുണ്ടോ? ഇന്നെങ്ങനെ അറിയാം? വാട്സ്ആപ്പ് ആൻഡ് ഇൻസ്റ്റാ ഒരു പരിധിയില്ല. ആ വേട്ടാവലിയിൽ പറഞ്ഞു കൊടുത്ത അനുസരിച്ച് പെൺപിള്ളാരുടെ നേരെ പൂനെ പോയി. ഹലോ, ഒരു വണ്ടി ഇവിടെ കടന്റെ ഷോപ്പിൽ നിന്ന് മുന്നിൽ മാർക്കറ്റ് പറഞ്ഞിട്ട് 46 188 വണ്ടി 188. ഒരു സെന്റ് വണ്ടിയാണ്. ഓക്കെ, ഞാൻ ഇത് സൂചിപ്പിച്ചത് മാതാവും പിതാവും ഈ കുഞ്ഞുങ്ങളെ എവിടെ അയച്ചതാ? സ്കൂളിൽ പഠിക്കാൻ അയച്ചതാ. പക്ഷെ അവരിൽ സ്വാധീനം ആർക്കുണ്ടാവുന്നു? ഒരു പരിചയമില്ലാത്ത, നേരിട്ട് സംസാരിച്ചിട്ടില്ലാത്ത, നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഏതോ പിള്ളേരുമായിട്ട് കുട്ടികൾക്ക് അടുപ്പുണ്ടായിട്ട് ആ കുട്ടികൾ പറയുന്നതനുസരിച്ച് ഈ പെൺകുട്ടികൾ പെരുമാറുന്നു. എന്തോ മനസ്സിലാക്കിയിട്ടാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൗമാര കാലഘട്ടത്തിൽ പിയർ ഗ്രൂപ്പ് സമപ്രായക്കാരുടെ ഗ്രൂപ്പുകൾ മാതാപിതാക്കളിൽ നിന്നും അകലുകയും അവരുടെ പ്രായത്തിലുള്ളവരിലേക്ക് അടുക്കുകയും ചെയ്യും. ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അതിന് പല രീതിയിലാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടാകുന്ന അനവധി ഈ പ്രവർത്തനങ്ങൾ, മാറ്റങ്ങൾ, അതെല്ലാം സമൂഹത്തിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ഇതിനെ പഠിച്ചിട്ട് വേണ്ട രീതിയിൽ നമ്മളത് കൈകാര്യം ചെയ്തില്ല എങ്കിൽ പലതിലും നമ്മൾ സാക്ഷ്യം പഠിക്കേണ്ടതായിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോളേജ് അധ്യാപകർക്ക് വേണ്ടി ക്ലാസ് എടുക്കാനായിട്ട് ഒരു പുസ്തകം അഡിക്ഷൻ എന്നുള്ള വാക്ക് നെറ്റിൽ അടിച്ചു കൊടുത്തപ്പോ വന്നത് where there is capitalism there is addiction. എവിടെ മുതലാളിത്തമുണ്ടോ അവിടെ അഡിക്ഷൻ ഉണ്ടാവും. കാരണം എന്താ? മുതലാളിമാർക്ക് ജനങ്ങളുടെ അഡിക്ഷൻ ഉണ്ടായിരുന്നാലേ ജീവിക്കാൻ പറ്റും. കാരണം എന്താ? ജനങ്ങൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണം. അപ്പൊ ജനങ്ങളിൽ അഡിക്ഷൻ ഉണ്ടാക്കണം. പലതരത്തിൽ അഡിക്ഷൻ ഉണ്ടാക്കണം. നമ്മളെല്ലാം ആ അഡിക്ഷന് അടിയറോ പറഞ്ഞിരിക്കുന്നവരാണ്. കാരണം ഉണ്ടാക്കി വെക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കണം, വേണ്ടേ? അപ്പൊ അതാണ് നമ്മളിൽ അഡിക്ഷൻ ഉണ്ടാക്കുക. ആ അഡിക്ഷനാണ് ഈ കാണുന്നത്. ഇനി ഞാൻ എന്റെ തന്നെ ഒരു കഥ പറയാം. പല വേദികളിലും പറയുന്നതാണ്. 42 വർഷത്തിന് മുമ്പുള്ള എന്റെ കാര്യം പറയുക. അന്ന് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം, 8ലും 9ലും ഒക്കെ വീട്ടിൽ അന്ന് അച്ഛൻ സപ്ലൈ ഓഫീസർ. ഒരു വർഷത്തേക്ക് 3 നിക്കർ തയ്പ്പിച്ച്, പണ്ടത്തെ കാലം അതെ, 42 വർഷം 3 നിക്കർ തയ്പ്പിച്ച് മുണ്ടി നിറച്ചവർക്കൊക്കെ അറിയാം. 4ാമതൊരു നിക്കർ വേണമെന്ന് പറഞ്ഞാൽ നീ അല്ലാതെ നടന്നാൽ മതി എന്ന് പറയാം. ആ 3 നിക്കറിൽ ഒരു നിക്കർ അമ്മ എടുത്ത കലമാരയും വെക്കും. ആ നിക്കർ എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ പഞ്ചസാര ചാക്കിന്റെ കട്ടി, താർപ്പാളികൾ പറഞ്ഞ പഞ്ചസാര അതേപോലുള്ള കട്ടിയുള്ള തുണിയാണ്. തറയിൽ വീട്ടിൽ ഉറച്ചാലും പെട്ടെന്ന് കീറില്ല. നേവി ബ്ലൂ കളർ നിക്കർ. കാരണം സ്കൂളിൽ ഇടാം
അങ്ങനെ 2 നിക്കറിട്ട് പാവപ്പെട്ടവർ സ്കൂളിലും പോകും, കറങ്ങിയൊക്കെ നടക്കും. സ്കൂളിൽ തടിപ്പഞ്ചയിൽ ഇരുന്ന് നിരങ്ങും. പിന്നെ സ്കൂളിൽ വേറൊരു സാധനം സ്ലൈഡർ പഠിക്കുന്നത് നിരങ്ങി കപ്പയിൽ നിന്ന് 10 തവണ നിരങ്ങി വീഴുമ്പോഴത്തേക്ക് തിന്ന ചോറ് ധരിക്കും. ഈ സാധനം 4 മാസം കഴിയുമ്പോൾ അതൊക്കെ പൊറോശം കൊണ്ട് കൈ പിടിക്കപ്പെടാൻ മനസ്സിലാകുന്നത് 3 വര വീഴുന്നു, വിരലകത്തേക്ക് പോകുന്നു. അമ്മ എടുത്തെന്ന് പറയാം, അമ്മ നിക്കറ് കീറിയ അമ്മച്ചി പറയും, വിഷമിക്കണ്ടടാ മക്കളെ, ഞാനില്ലയോ തലേ വർഷത്തെ നിക്കറെടുക്കും, ഫ്രണ്ട് പോക്കറ്റിന്റെ ഭാഗം കത്രികയൊക്കെ മനോഹരമായി വൃത്താകൃതിയിൽ വെട്ടിയെടുത്തിട്ട് പുതിയ നിക്കറിന്റെ പുറകിൽ ഒരു മനോഹരമായ കൈത്തയ്യലുണ്ട്. തയ്ച്ച് തീരപ്പോ സംഗതി കീറിയതൊക്കെ മറന്നു. പക്ഷെ നോക്കുമ്പോ നമ്മുടെ ഇന്ത്യയിൽ വളരെ പ്രസിദ്ധമായ ഒരു കാറുണ്ടായിരുന്നു. ഇപ്പൊ ആ കാറില്ല, അംബാസിഡർ കാർ. അതിന്റെ ഹെഡ്ലൈറ്റ് പോലെ അപ്പുറം ഇപ്പുറം ഹെഡ്ലൈറ്റും വെച്ചോണ്ടാണ് ഈ പാവപ്പെട്ടവൻ പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ളത്. അത് കാശില്ലാത്തതുകൊണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മേടിച്ചു കൊടുത്ത ജീൻസ് പാന്റിന്റെ കഥ എന്ന് പറഞ്ഞ് എവിടൊക്കെ കീറിയിരിക്കുക? മുട്ടിന്റെ അടുത്ത് ഇങ്ങനെ വാ കീറി, തവളയുടെ വാ തുറന്നിരിക്കുന്ന നടക്കിരിക്കുക മുട്ടിന്റെ അടുത്ത്. പിന്നെ ഇവിടെ എല്ലാം കീറി, എന്തുവാ പേര്? സ്ക്രാച്ച് ജീൻസ്. എവിടെല്ലാം കീറാമോ? കീറി നൂല് താഴോട്ട് കിടക്കുക. നീ എന്തിനാണാവോ ഈ കയ്യിലിരിക്കുന്ന കാശ് വിട്ടിട്ട് കീറിയ കൂറ മേടിച്ചിരുന്നത്? ഏറ്റവും വലിയ രസം അതല്ല. നല്ല ജീൻസ്, കീറാത്ത ജീൻസിന് 900 രൂപയും കീറിയതിന് 1500 തൊട്ട് 3000 രൂപ വരെ. തർക്കിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഫാഷൻ എന്ന പേരിൽ നമ്മുടെ മനസ്സുകളെ, നമ്മുടെ കുട്ടികളെ വല്ലാതെ ആകർഷിച്ച് സ്വാധീനിച്ച് കാശ് കമ്പനികൾ ഉണ്ടാക്കുന്നത്. ഇത് തിരിച്ചറിയണം. നമ്മൾ ആരും ചിന്തിക്കില്ല. ലഹരിയുടെ ലോകവും ഇതും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോളേജ് അധ്യാപകർക്ക് വേണ്ടി ഞാൻ ഒരു പുസ്തകം ഞാൻ കണ്ടെത്തി. ആ പുസ്തകത്തിന്റെ പേര് ദ ഏജ് ഓഫ് അഡിക്ഷൻ, ആസക്തിയുടെ പ്രായം. ആ പുസ്തകത്തിന്റെ ആ തലക്കെട്ടല്ല എന്നെ ആകർഷിച്ചത്. ആസക്തിയുടെ പ്രായമല്ല. അതേത് പ്രായം? കൗമാര കാലഘട്ടത്തിലാണ് ആസക്തി ഉണ്ടാവുന്നത്. പക്ഷെ ആ പുസ്തകത്തിൽ ഒരു ഉപതലക്കെട്ടുണ്ടായിരുന്നു. ആ തലക്കെട്ടാണ് ഹൗ ബാഡ് ഹാബിറ്റ്സ് became big business. എങ്ങനെ ദുശീലങ്ങൾ വലിയ ബിസിനസ്സായി. മനുഷ്യന്റെ ദുശീലങ്ങൾ മുതലാക്കലാണ്. മനസ്സിലായില്ലേ? മനുഷ്യരിൽ എന്തെല്ലാം ദുശീലമുണ്ടോ ആ ദുശീലങ്ങളെ നോക്കിയിരിക്കുന്നതാണ് ബിസിനസ് ലോകം. ആ ദുശീലങ്ങൾ എങ്ങനെ നമുക്ക് മുതലാക്കാം, ആ ദുശീലങ്ങൾക്ക് പറ്റിയ സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കുക. മനുഷ്യൻ അതിന്റെ പിന്നാലെ പിടിച്ചോളും. നമുക്ക് കീശേ കാശ് വന്നോളും. അതല്ലേ എത്ര കൊല്ലമായി ഈ സിഗരറ്റ് ഒക്കെ ഇല്ലാതാക്കിക്കൂടെ? എന്തിനായി നിങ്ങൾ വലിച്ചു കയറ്റുന്നത്? എന്താവശ്യത്തിന്? മനുഷ്യന്റെ ദുശീലമാണത്. ആ ദുശീലം ഇങ്ങനെ അതിന് പറ്റിയ സാധനങ്ങൾ ഇങ്ങനെ എല്ലാം അത് തന്നെ. ചിലത് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോ എന്നെ കണ്ടിട്ട് തുടങ്ങി. നമ്മുടെ ആഹാരം തന്നെ അതൊന്ന് മാറ്റിക്കൂടെ? നമ്മുടെ ആഹാരം നമ്മുടെ ദുശീലമാണ്. നമ്മൾ ഈ കൊഴുപ്പുള്ള ആഹാരമേ കഴിക്കൂ. എന്താ സംഭവിക്കുന്നത്? കൗമാരക്കാലം അല്ലെങ്കിൽ കൗമാരം എന്ന് പറയുന്ന പ്രായം തുടങ്ങുന്നത് 12 വയസ്സിലാണ്. പക്ഷെ കേരളത്തിന്റെ കണക്ക് തെറ്റി. കേരളത്തിൽ 9 വയസ്സാണ്. ആരോഗ്യ വകുപ്പിന്റെ കണക്കാണ്. എന്താ കാരണം? പെൺകുട്ടികൾ പ്രായമാകുന്നത് 9 വയസ്സിലാണ്. കേരളത്തിൽ കഴിക്കുന്ന ആഹാരം അതാണ്. നല്ല കൊഴുപ്പുള്ള ഫാസ്റ്റ് ഫുഡ് അല്ലാതെ ഒന്നും ഇനി ഞങ്ങൾ കഴിക്കില്ല. അതിനെ എന്ത് സംഭവിക്കുന്നു? മനുഷ്യന്റെ ശരീരം അതിനനുസരിച്ച് ഇങ്ങനെ ജീർണിച്ച് മനുഷ്യന്റെ ആയുസ്സും കുറഞ്ഞ് കംപ്ലീറ്റ് കാശ് കൊണ്ടുവന്ന് ഈ മെഡിക്കൽ കോളേജിൽ മനുഷ്യൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതും ആസക്തി തന്നെയാണ്. ആഹാരത്തിനോടുള്ള അമിതമായ ആസക്തി. ഇതെന്റെ വാക്കുകളല്ല.
ഞാൻ പറയുന്നതേ ഉള്ളൂ. പ്രശസ്തനായ ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് വില്യം ഡേവിസിന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഹാപ്പിനെസ് ഇൻഡസ്ട്രി, മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ, നമ്മുടെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ ചെയ്യുന്നത് ഇനി വില കൊടുക്കേണ്ടി വരും. എന്താണെന്നറിയോ? ഈ ലഹരി വസ്തുക്കളെല്ലാം മനുഷ്യർ ഉപയോഗിക്കുന്നത് മാനസിക പ്രശ്നമുള്ളത് കൊണ്ടാണ്. ആ മാനസിക പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറില് ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്. ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞിരുന്നാൽ സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കുന്ന രസം, സെറോട്ടോണിൻ, ഓക്സിറ്റോക്സിൻ, ഡോപ്പമിൻ എന്നൊക്കെ പറഞ്ഞ ട്രാൻസ്മിറ്റേഴ്സ്. അതിൽ നമുക്ക് ഈ സന്തോഷിച്ച് നല്ല ആനന്ദകരമായ അവസ്ഥയിൽ ഇരിക്കുമ്പോ ആ അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നത് തലച്ചോറിലെ ന്യൂറോൺസിൽ ഉണ്ടാകുന്ന ഡോപ്പമിൻ എന്ന് പറയുന്ന ആ രാസവസ്തു അധികമായിട്ട് ഉത്പാദിപ്പിക്കപ്പെടും തലച്ചോറില്. നമ്മുടെ കുട്ടികൾക്ക് ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കും, അത് കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ആനന്ദം. എന്താ സംഭവിച്ചത്? ഡോപ്പമിൻ ഇൻക്രീസ് ചെയ്തു. നമ്മൾ കുട്ടികൾക്ക് ഗെയിം കളിക്കാനുള്ള മൊബൈൽ ഗെയിമുകൾ നമ്മൾ കൊടുക്കുന്നു, ഡോപ്പമിൻ കൂടുന്നു. അങ്ങനെ കുട്ടികളെ എപ്പോഴും സന്തോഷിപ്പിച്ച് നിർത്താൻ നമ്മൾ ഇങ്ങനെ ഓരോന്നും അവരുടെ കയ്യിൽ, അവർ പ്രയാസം അറിയരുത്, അവർ ദുഃഖം അറിയരുത്, വൻവില കൊടുക്കേണ്ടി വരും, വൻവില കൊടുക്കേണ്ടി വരും. കാരണം എന്താ? അമേരിക്കയിൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഇന്ന് അമേരിക്കയിൽ ഇതൊരു വലിയ ചർച്ചയാണ്. എന്താ കാര്യം? കുട്ടികളെ എപ്പോഴും സന്തോഷിപ്പിച്ച് പ്രയാസം എന്നത് കുട്ടികൾ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഡോപ്പമിൻ എപ്പോഴും, ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന രസപദാർത്ഥം ഇങ്ങനെ ഉയർന്നു നിൽക്കും. അവൻ ആഗ്രഹിച്ച സാധനം കിട്ടിയില്ലെങ്കിലോ ഡോപ്പമിൻ താഴും. ഡോപ്പമിൻ താഴുമ്പോൾ എന്ത് സംഭവിക്കും? കുട്ടി വിഷാദത്തിലേക്ക് പോകും. ഡിപ്രഷൻ എന്ന് പറയുന്നത് അതാണ്. അപ്പോഴാണ് കൈ വെട്ടിയെടുത്ത് എറിയും, ഉമ്മായെ കല്ലെടുത്തെറിയും, ഉമ്മായെ വെട്ടും, പാപ്പായെ വെട്ടും. അതാണ് താമരശ്ശേരിയില് നടന്നത്. ഡിപ്രഷനിലേക്ക് പോയി കുട്ടി. അവൻ ഉദ്ദേശിക്കുന്ന ആ ഡോപ്പമിൻ റൈസ് ഉണ്ടാക്കുന്ന ആ ലഹരി വസ്തു MDMA അവന് വാങ്ങി ഉപയോഗിക്കാൻ കാശില്ലാതെ വന്നപ്പോൾ ആ ലഹരി വസ്തു ഉപയോഗിക്കാൻ പറ്റില്ല. ആ ഡോപ്പമിൻ എന്ന് പറയുന്ന അവന്റെ തലച്ചോറില് ആ ന്യൂറോ ട്രാൻസ്മിറ്റർ താഴ്ന്നു, വിഷാദത്തിലേക്ക് പോയി, അക്രമാസക്തനായി. ഇത് തന്നെയാണ് എവിടെ സംഭവിച്ചത്? തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ട് 5 പേരെ ഒരു ചെറുപ്പക്കാരൻ ചുറ്റിയിൽ കഴിച്ചു കൊന്നത്. അപ്പോ നമ്മളൊക്കെ അമിതമായി സന്തോഷിക്കുന്നത് ദോഷം ചെയ്യും എന്ന് തിരിച്ചറിയുക. മനുഷ്യന് പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, കട്ടിയേറിയ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തികൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് അത്തരം അവസ്ഥകൾ മനുഷ്യൻ എത്തുന്നുവെങ്കിൽ അതിനെ തരണം ചെയ്യാനുള്ള ശേഷി മനുഷ്യൻ കൈവരിക്കാൻ ശ്രമിക്കുകയാണ് ഏറ്റവും ഉത്തമം. അത്തരം കട്ടിയായിട്ടുള്ള അവസ്ഥകളെ നേരിടാൻ നമ്മുടെ മക്കളെ പ്രാപ്തരാക്കണം. നമ്മുടെ കൂടെ പിടിച്ചു നിർത്തണം, നമ്മളോട് ചേർത്ത് പിടിച്ചു നിർത്തണം. നമ്മൾ കട്ടിയായ ജോലി ചെയ്യുമ്പോൾ മക്കളെ കൂടി ചേർത്ത് പിടിച്ചിട്ട് അവരെ കൂടി കൊണ്ട് ആ കട്ടിയായ ജോലികൾ ചെയ്യിക്കുമ്പോഴാണ് കുട്ടികൾ മനസ്സിലാക്കുന്നത് ജീവിതം എന്താണ്. ഞാൻ ഓഷോ രജനീഷ് എന്ന് പറയുന്ന ഒരു സന്യാസിയുടെ ഒരു പുസ്തകം ഞാൻ അല്പം അതിന്റെ ഒരു ചെറിയ ഖണ്ഡിക ഞാനൊന്ന് വായിക്കാനിടയായി. ഒന്നുമല്ല, വളരെ സിമ്പിളാണ്. ഒരു ആശാരിയുടെ മകൻ അവന്റെ തിരിച്ചറിവിനെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. ആശാരി തന്റെ വീട്ടിൽ കിടക്കുന്ന തടിക്കഷ്ണങ്ങൾ, വലിയ നീളത്തിലുള്ള തടിക്കഷ്ണങ്ങളും ചെറിയ പലകയും, ആ കഷ്ണങ്ങളെ തന്റെ ആയുധങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങളായിട്ടുള്ള വാള്, ഉളി, ചുറ്റിക, കൊട്ടൂടി, പിന്നെ വ്യത്യസ്ത തരം ഉളികള്,
ഇതെല്ലാം വെച്ച് ഈ മനുഷ്യൻ ഈ തടിക്കഷ്ണങ്ങളെ വേണ്ട രീതിയിൽ അളവ് വെട്ടി തേച്ച് സുഷിരങ്ങളിട്ട് അത് വേണ്ട രീതിയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് നോക്കിയപ്പോൾ ഒരാഴ്ച കൊണ്ട് ആ തടിക്കഷ്ണങ്ങൾ മനോഹരമായ കൊത്തുപണികളുള്ള അതിസുന്ദരമായ ഒരു വാതിൽ ആണ്. ഒരു വീടിന് വെക്കേണ്ട ഫ്രണ്ട് വാതിൽ 10-25,000 രൂപ വിലമതിക്കുന്ന ഒരു വാതിലാക്കി ആ മനുഷ്യൻ ആ തടിക്കഷ്ണങ്ങളെ മാറ്റി. ഈ പയ്യൻ അച്ഛൻ ചെയ്ത ആ പ്രവൃത്തി കണ്ട ആ കുട്ടി ആ വാളെടുത്തു, ഉളിയെടുത്തു, കൊട്ടൂടി എടുത്തു. അവൻ ഇഷ്ടത്തിനനുസരിച്ച് അവൻ അത് വെച്ച് ചെയ്യാൻ നോക്കി. പക്ഷേ ആ കുട്ടി തിരിച്ചറിഞ്ഞു, ഇത് അത്ര എളുപ്പമല്ല, ഇതിന് ഒരുപാട് പഠിക്കാനുണ്ട്, കൂടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, അതിന്റെ അളവുകൾ എടുക്കണം. ആ അളവുകൾക്കനുസരിച്ച് എങ്ങനെയാണ് അതിനകത്ത് ഈ കൊത്തിയെടുക്കേണ്ടത്, ഏത് അളവ്. അപ്പോ ഇതിനൊക്കെ ചില രീതികളുണ്ട്, ചില ശൈലികളുണ്ട്, രീതികളുണ്ട് എന്ന് ആ കുട്ടി തിരിച്ചറിയുമ്പോൾ ആ കുട്ടി പറയുകയാണ്, എന്റെ അച്ഛൻ ഒരു വലിയ മനുഷ്യനാണ്, എന്റെ അച്ഛൻ ഒരു വലിയ മനുഷ്യനാണ്. അപ്പോഴാണ് കുട്ടിക്ക് അച്ഛനോട് ആദരവ് തോന്നുന്നത്. എന്റെ അപ്പന്റെ കാലിൽ തൊട്ട് തൊഴും, അപ്പനെ വണങ്ങും. അപ്പാ, അങ്ങൊരു മഹാനായ മനുഷ്യനാണ്. പാഴുകൾ കെട്ടുകിടന്ന ഒരു തടിക്കഷ്ണത്തെ അങ്ങയുടെ ഉപകരണങ്ങൾ കൊണ്ട് മനോഹരമായ വാതിലാക്കി മാറ്റി. ഇതാണ് ഒരു പിതാവിന്റെ ദൗത്യം, മക്കൾക്ക് കാട്ടിക്കൊടുക്കുക. മക്കളെ, ജീവിതം ഇതാണ്. പ്രതിസന്ധികൾ നിറഞ്ഞതാണ് ജീവിതം. അതിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്? തോന്നിയതുപോലെ അല്ല, അടുക്കും ചിട്ടയും വേണം, ഇല്ലേ? ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത് വൈ അടുക്കും ചിട്ടയും, മൈ ലൈഫ് മൈ റൂൾസ്. എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ജീവിക്കും, എന്റെ സന്തോഷം, എന്റെ സ്വാതന്ത്ര്യം, അല്ലേ? എന്റെ ഇഷ്ടം, എന്റെ സ്വാതന്ത്ര്യം, എന്റെ സന്തോഷം. ഉമ്മിച്ച നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുമ്മ, എനിക്കറിയാം. ഇങ്ങനെ 4ാമത്തെ ദിവസം ചാണാപ്പുഴി കിടന്നിട്ട് ഗോമൂത്രത്തിനകത്ത് കറങ്ങി മാറി അവിടെ കിടന്നിട്ട് കൈ പൊക്കി നീട്ടി കാണിക്കും, ഉമ്മിച്ച എന്നെ രക്ഷിക്കൂ, ഞാൻ പടുകുഴിയിൽ വീണുപോയി. ഇതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഓരോ കുട്ടിയും ആ കുട്ടികളെ വശീകരിച്ചു കൊണ്ടുപോകാൻ ഒരുപാട് ശക്തികളുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഉമ്മിച്ചമാര്, വാപ്പാമാര്, വാപ്പായിക്കൊക്കെ പിന്നെ ചെറുക്കം പള്ളിക്കൂടത്തിൽ പോകുന്നത് തിരക്കത്തില്ല. സ്കൂളിൽ PT എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടെങ്കിൽ ഈ ഗംഭീരമായിട്ട് പടരും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. കാരണം എന്താ? മക്കളില്ലെങ്കിൽ മനുഷ്യൻ മനസ്സമാധാനം ഉണ്ടാവില്ല. വീട്ടിലൊരു കൊച്ചു കുഞ്ഞുണ്ടെങ്കിൽ ഒരു സുഖമില്ലയോ? അതോ ആ കുഞ്ഞിന്റെ കൂടെ അല്പനേരം കളിക്കുക, ആ കുഞ്ഞിന്റെ കൂടെ അല്പനേരം അവനെ ചേർത്ത് പിടിച്ച് അവന്റെ മുഖത്ത് 4-5 ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ പിടിച്ച് എന്ത് രസമാണ്, അല്ലേ? തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് റെസിഡൻസ് അസോസിയേഷൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചപ്പോ ഞാൻ അവിടെ പറഞ്ഞു, കുഞ്ഞുങ്ങൾ സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് ആ കുഞ്ഞുങ്ങളുടെ കവിളത്ത് 4 ഉമ്മ കൊടുക്കണം. ആ ഉമ്മ കൊടുക്കുമ്പോ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാനില്ല, പക്ഷേ നേട്ടങ്ങൾ ഒരുപാടുണ്ടാവും. ആ 4 ഉമ്മ കൊണ്ട്. കാരണം എന്താ? അന്നുണ്ടായ സകല പ്രയാസങ്ങളും ആ കുഞ്ഞ് മറക്കുകയും അന്ന് സ്കൂളിൽ നടന്ന കംപ്ലീറ്റ് കാര്യങ്ങള് ഉമ്മയോടോ വാപ്പയോടോ ആ കുട്ടി ഇരുന്ന് കംപ്ലീറ്റ് കാര്യങ്ങൾ പറയാൻ ആ അടുപ്പം കുഞ്ഞിന് ഫീൽ ചെയ്യും. അവൻ എല്ലാം തുറന്നു പറയും. ഞാൻ ആ പരിപാടി കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വിജയനഗർ ഒരു പരിപാടി കഴിഞ്ഞ് ആറ്റിങ്ങൽ വേണ്ട ഒരു പരിപാടി കഴിഞ്ഞ് രാത്രി 10:00 കൊല്ലത്തുള്ള വീട്ടിലെത്തി ഭക്ഷണം കഴിഞ്ഞ് ഭാര്യ ചോറൊക്കെ വിളമ്പി തന്ന് ചോറ് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോ കാണാം എനിക്കൊരു ഫോൺ കോൾ ഉണ്ട്. എടുത്തു നോക്കിയപ്പോ തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു കോളാ. ഞാൻ എന്ത് പറ്റി സാറ് ക്ലാസ് കഴിഞ്ഞിട്ടങ്ങ് പോയി, ഇവിടുത്തെ പുകില് വല്ലതും സാറാണ്. ഞാൻ സാറേ വാടകയ്ക്ക് എടുത്ത കസേര, ആ കസേര ഞങ്ങൾക്ക് എടുത്തു കൊടുക്കണ്ടേ? ഒരു കുട്ടി, ഒരു 8 വയസ്സുള്ള ചെറുക്കൻ ആ കസേരയിൽ ഇതുപോലെ അവൻ ഇരുന്ന് അവൻ
ഈ കുട്ടിയുടെ അമ്മ ഉണ്ട്, അവര് ദൂരെ ഒളിച്ചിരിക്കുക. എന്റെ അമ്മ ഇപ്പൊ ഇവിടെ ഉണ്ട്, അല്ലാതെ ഞാൻ ഇവിടെ അനങ്ങുന്ന പ്രശ്നമില്ല. എന്ത് കിടക്കി, എന്ത് നീ ഇങ്ങനെ വാശിപ്പില്ല, അമ്മ ഇവിടെ വരണം. അവസാനം അമ്മ വന്നു. എന്നാ അമ്മച്ചി, എന്നാ അമ്മച്ചി, എന്നാ അമ്മച്ചി, ആ സാറ് പറഞ്ഞത് കേട്ടോ. കുഞ്ഞുങ്ങള് സ്കൂള് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ കെട്ടിപ്പിടിച്ച് ഉമ്മ തരണം. എന്നാ അമ്മച്ചി, നിങ്ങൾ എന്തെങ്കിലും എനിക്ക് ഉമ്മ തന്നിട്ടുണ്ട്? എന്റെ ഓർമ്മയിലില്ല. എന്തെങ്കിലും നിങ്ങൾ എനിക്കൊരു ഉമ്മ തന്നിട്ടുണ്ട്? ചോദിക്കണം കേട്ടോ. അപ്പൊ എന്താ മനസ്സിലാവേണ്ടത്? ആ കുട്ടിയുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് മക്കളുടെ മനസ്സ് നമ്മൾ അറിയണം. അറിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അമ്മയോട് പറയേണ്ട കാര്യങ്ങൾ ആരുടെ എന്ന് പറയും? ബെസ്റ്റിയുടെ എന്ന് പറയും. ചോദിച്ചു നോക്ക്, അല്ലെങ്കിൽ പിള്ളേർക്ക് ബെസ്റ്റിമാരുടെ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു നോക്ക്. കാസർഗോഡ് ഞാൻ 1.25 വർഷം ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്നപ്പോ ഒരു സ്കൂളിൽ കുട്ടികളുടെ മനസ്സെന്തെന്ന് അറിയാൻ വേണ്ടി ഒരു സംവാദം സംഘടിപ്പിച്ചു. ആ സംവാദത്തിൽ ഇങ്ങനെ കുറെ കുട്ടികൾ, പെൺകുട്ടികളാണ്, ആൺപിള്ളേരൊന്നും വരുത്തില്ല. കാരണം അവന്മാർക്ക് അറിയാം കുറ്റം പറയാനാണ്. ഞാൻ പറഞ്ഞു കുറ്റം പറയണ ഒന്നുമല്ല, നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അതിനകത്ത് ഒരു പെൺകുട്ടി, അതും ഒരു മുസ്ലിം പെൺകുട്ടി, എന്നോട് ചോദിക്കുക, +1 പഠിക്കുന്ന കുട്ടി, ഇതൊക്കെ മനസ്സിലാക്കി മനസ്സിൽ വെച്ചോളാം. സാറേ പിന്നെ ചോദിക്കട്ടോ? ഞാൻ പറഞ്ഞു മോള് ചോദിക്കാം. പിന്നെ സാറെ കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു എന്ത് കുഴപ്പം? ചോദ്യം അല്ല നമ്മൾ മോള് ചോദ്യം. പിന്നെ 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 ഞാനാ ചോദിക്കുന്നേ. പിന്നെ ഈ ബിയർ കുടിച്ച രക്തം കൂടുമെന്ന് പറയുന്നത് ഉള്ളതാണോ സാറേ? ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ചതാ. ആ പെൺകുട്ടി, അതും മുസ്ലിം കുട്ടിയാണ്, എന്നോട് ചോദിച്ചത് ബിയർ കുടിച്ചാൽ രക്തം കൂടുമോ? അപ്പോഴേ എന്റെ മനസ്സിനകത്ത് ഞാൻ ഒരു വല്ലാത്ത ദേഷ്യം മനസ്സിൽ കൊച്ചിക്കടുത്ത് ഞാൻ പ്രകടിപ്പിച്ചില്ല. എടാ പരമനാമി ബെസ്റ്റി, കാര്യം പിടികിട്ടിയ? അപ്പോ അതിനാണ് ഞാൻ പറഞ്ഞത്, മക്കള് സ്കൂളിൽ നിന്ന് വന്നാൽ കെട്ടിപ്പിടിച്ച് മുഖത്തൊരു ഉമ്മ കൊടുക്കണം. അത് അമ്മച്ചിയുടെ പ്രധാനപ്പെട്ട ജോലിയാണ്. അച്ഛനും ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ അതിന് 2 ഗുണമാണ്. ഒന്ന്, ഈ ഉമ്മ കൊടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അപ്പോഴേ പ്രകടമാവും. 2, ആ സ്നേഹപ്രകടനത്തിലൂടെ കുട്ടികളെ നമ്മളിലോട്ട് നമുക്ക് ചേർത്ത് നിർത്താം. ഇതെല്ലാം ഞാൻ പറയുന്നത് പരിഹാര മാർഗങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത്, അച്ഛനും അമ്മയും ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളുടെ ബാഗിൽ മുട്ടായിയുടെ കവറുണ്ടോ? കുട്ടികളുടെ ബാഗിൽ മുട്ടായിയുടെ കവറുണ്ടോ? കുട്ടികൾ എന്ന് പറയുന്നത് 10 വയസ്സുള്ള പൊടികുഞ്ഞുങ്ങളല്ല, +2 വരെ പഠിക്കുന്ന പെൺകുട്ടികളുടെ. കാരണം എന്താ, +2 ആയിരുന്നാലും
തീരുമാനമെടുക്കാനുള്ള ശേഷി കുട്ടികൾക്കായിട്ടില്ല. 24 വയസ്സാകണം. കാരണം തലച്ചോറിന്റെ ഈ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ഭാഗം പൂർണ്ണ വളർച്ചയെത്തണമെങ്കിൽ 23 വയസ്സ് കഴിയണം. അതാണ് നമ്മൾ ഇപ്പൊ കാണുന്ന കേരളത്തില് പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യുന്നത് 23-ാമത്തെ വയസ്സിലാണ്. എന്തിനേറെ പറയുന്നു, നിങ്ങൾ അന്നില് പത്രങ്ങളിലും ടിവിയിലും പല വാർത്തയായിട്ട് വന്നതല്ലേ തിരുവനന്തപുരത്ത് ഒരു പെൺകുട്ടി ട്രെയിൻ തട്ടി മരിച്ചെന്ന്? അറിയാമോ? ട്രെയിൻ തട്ടി മരിച്ചു ഒരു പെൺകുട്ടി. ഉദ്യോഗസ്ഥയാണ്. ഏത് ഉദ്യോഗസ്ഥ? അതല്ലേ കിട്ടിയത് സെൻട്രൽ ബ്യൂറോയില്, IB-യില്, കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിലൊരു ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞാൽ അപാര കഴിവുള്ള കുട്ടിയായിരിക്കണം. ആ കുട്ടി അതിന്റെ വാർത്ത പിന്നെ വന്നു. അതേ ഇന്റലിജൻസ് ബ്യൂറോയിൽ പഠിക്കുന്ന ഒന്നിച്ച് ട്രെയിനിങ് കഴിഞ്ഞ ചെറുപ്പക്കാരനുമായിട്ട് പെൺകുട്ടിക്ക് ഭയങ്കര അടുപ്പമായിരുന്നു. 3-4 ലക്ഷം രൂപ ഈ പെൺകുട്ടിയുടെ കയ്യിൽ അവൻ വാങ്ങിയിട്ടുണ്ട്. മാത്രവുമല്ല, പിന്നീട് വന്ന വാർത്ത ശരിയാണോ തെറ്റാണോ, പക്ഷെ വന്ന വാർത്ത ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു കൂടെയുള്ള വാർത്തയാണ് പിന്നീട് വന്നത്. ഞാൻ ഇതാണ് സൂചിപ്പിക്കുന്നത്, കാലഘട്ടം ഒരുപാട് മാറി. ഈ കാലഘട്ടത്തെ മാറ്റുന്നവരുമുണ്ട്, കാലഘട്ടത്തെ മാറ്റുന്നതുണ്ട്. അതും കൂടെ തിരിച്ചറിയണം. അതിനാണ് ഞാൻ ഒരു പുസ്തകത്തിന്റെ ഹൗ ബാഡ് ഹാബിറ്റ്സ് ബിക്കം ബിഗ് ബിസിനസ് പറയാൻ ഇനി മണിക്കൂറുകളുണ്ട്. മണിക്കൂറുകൾ നിന്നാലും തീരില്ല. സെഡേറ്റഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ 2 വർഷത്തിന് മുമ്പ് വാങ്ങിയതാണ്. സെഡേറ്റഡ്, ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് എഴുതിയ ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. 1970 ലോകത്ത് അംഗീകരിക്കപ്പെട്ട 109 മനോരോഗങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ലോകത്ത് 109 മനോരോഗങ്ങൾ മാത്രമാണ്. പക്ഷേ 20 വർഷം കഴിഞ്ഞു, 1990 ആയപ്പോൾ 109 മനോരോഗങ്ങൾ എന്നുള്ളത് 394 മനോരോഗങ്ങളായി വർദ്ധിപ്പിച്ചു. ലോകത്തെ മനഃശാസ്ത്ര വിദഗ്ധന്മാർ 394 മനോരോഗങ്ങൾ എന്ന് പറഞ്ഞാൽ 20 വർഷം കൊണ്ട് 280 പുതിയ മനോരോഗങ്ങളെ അവരെ അംഗീകരിച്ചിരിക്കുകയാണ്. എന്താണ് എന്റെ പിന്നിൽ? ആ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്, ലോകത്തെ ഫാർമസി ലോബി പുത്തൻ ഔഷധങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഇവിടെ മനോരോഗികളെ സൃഷ്ടിക്കലാണ് നടക്കുന്നത്. അതാണ് ഈ MDMA-യും ഈ കഞ്ചാവും ഒക്കെ ഇത്രയും കിടന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാം പിടികിട്ടിയ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നതൊന്നും അല്ല, നിങ്ങൾ ഈ കാണുന്നതല്ല ഈ ലോകം. പുസ്തകങ്ങളുടെ ലോക പ്രശസ്ത പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ തെളിവ് വെക്കുന്നത്. അല്ലാതെ എനിക്ക് തോന്നിയതെന്തെങ്കിലും ഞാൻ വിളിച്ചു പറഞ്ഞതല്ല. വായിക്കാൻ ധാരാളം പുസ്തകങ്ങളെ കുറിച്ച്. അതുകൊണ്ട് കുട്ടികൾക്ക് നിങ്ങൾ മുട്ടായി വാങ്ങിക്കൊടുക്കുമ്പോ ദയവ് ശ്രദ്ധിക്കണം, ഈ മുട്ടായി നല്ലതാണോ അല്ലയോ. ഞാന് കൊല്ലത്ത് തന്നെ ഈ അടുത്ത സമയത്ത് ഏനാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്ലാസ്സിന് പോയപ്പോ ഒരു സ്ത്രീ എന്നോട് ചോദിച്ചതാ, സാറേ ഈ പാൽപ്പൊടിയുടെ വിഭാഗത്തിൽ വരുന്ന പൊടിയല്ല, ലിക്വിഡ് ഉണ്ട്, നിങ്ങൾ കണ്ടു കാണും. പാർലയുടെ നെസ്ലയുടെ വെളുത്ത ഒരു പാലിന്റെ ഡബ്ബ, അതിന്റെ പേര് മിൽക്ക് മെയ്ഡ് എന്നാണ്. ഈ മിൽക്ക് മെയ്ഡ് കുട്ടികൾക്ക് കൊടുക്കരുത് എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. എന്താ കാരണം? മിൽക്ക് മെയ്ഡിനകത്ത് അത് നെസ്ലെ കമ്പനി, അതായത് കൊക്കോ എന്ന് പറയുന്ന ചെടിയിൽ നിന്ന്, അതാണ് നമുക്ക് കാപ്പി, നമ്മൾ കാപ്പി കുടിക്കും, കഫൈൻ കാപ്പി കുടിക്കും. നമ്മൾ കുടിക്കുന്ന കാപ്പിക്കകത്ത് ഭയങ്കര ഉത്തേജകമാണ് കഫൈൻ എന്ന് പറയും. ആ കഫൈൻ അടങ്ങിയ സാധനമാണ് കൊക്കോ. അതാണ് ചോക്ലേറ്റ് നമ്മൾ കൊടുക്കുന്ന കാഡ്ബറീസ്. ഇതൊന്നും ഒരു പരിധിക്കപ്പുറത്തേക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. ലഹരി വസ്തുക്കളാണ്.
അപ്പൊ നമ്മൾ തൊടുന്നതെല്ലാം ശ്രദ്ധിച്ചോണം. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു കാലവശം ഓറിയോ, ചോക്ലേറ്റ്, ഈ കാഡ്ബറീസ് ചോക്ലേറ്റ് അടങ്ങുന്ന ഇതൊന്നും കൊടുക്കരുത്. അതുപോലെ തന്നെ ചില മരുന്നുകൾ സൂക്ഷിച്ചോണം. ആരെങ്കിലും ഈ സ്പൈനൽ കോഡിന്റെ ഒക്കെ ഇത്തരം ഭാഗത്ത് സർജറി ചെയ്തിട്ടുള്ളവർക്ക് വേദന സംഹാരി പ്രഗാദാലിൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ട്. പ്രഗാദാലിൻ ഏറ്റവും കൂടുതൽ തീരമേഖലയിൽ, കടലോര മേഖലയിൽ ദുർവിനിയോഗം ചെയ്യപ്പെടുന്ന ഒരു മരുന്നാണ് പ്രഗാദാലിൻ പെയിൻ കില്ലർ. കാരണം ഇത് സാധാരണ വ്യക്തി ഒരു ഗുളിക അങ്ങോട്ട് വിഴുങ്ങിക്കഴിഞ്ഞാൽ ഈ പരുവത്തിൽ ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾ മെഡിക്കൽ ഷോപ്പുകൾ പൂട്ടിച്ചിട്ടുണ്ട്. കൊല്ലത്ത് കടൽത്തി ബീച്ചിന്റെ അടുത്ത് ഒരു പുതിയ മെഡിക്കൽ ഷോപ്പ് വന്നു. നോക്കിയപ്പം വലിയ ആളില്ല, പക്ഷെ അവിടുന്ന് ആളുകൾ പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ നിരീക്ഷിച്ചത് എന്താ, പിള്ളേര് സെറ്റ് വന്നിട്ട് അവിടുത്തെ ഗുളിക മേടിച്ചിട്ട് നേരെ ബീച്ചിലോട്ട് പോയിട്ട് അവിടെ ഇങ്ങനെ വള്ളം കിടപ്പുണ്ട്. വള്ളത്തിന്റെ ആ തണലിൽ പോയി ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇത് ഏത് ഗുളിയാണ്? അപ്പോഴേ നമ്മള് ഡ്രഗ്സുകാരെ വിളിച്ചിട്ട് പറഞ്ഞ കടയൊന്ന് റെയ്ഡ് ചെയ്യാൻ പറഞ്ഞു. ചെന്നപ്പോ പ്രധാനപ്പെട്ട മറ്റു മരുന്നുകളൊന്നുമില്ല, 1-2 മരുന്നുകൾ. അതിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെടുന്ന മരുന്ന് എന്ന് ചോദിച്ചപ്പോ ട്രെമഡോൾ എന്ന് പറയുന്ന ഒരു ഗുളികയാണ്. ട്രെമഡോൾ ഇത് അടിച്ചിട്ട് അവിടെ പോയി ഇരിക്കുകയാണ് അല്ലെ. അപ്പോ മരുന്നുകളുണ്ട്. ഈവൻ നമ്മുടെ വീട്ടിലിരിക്കുന്ന പാരസെറ്റമോൾ പോലും സൂക്ഷിച്ച് വേണം വെക്കാൻ. അത് ഞാൻ പറയുന്നില്ല, പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ പറയുന്നു. അപ്പോ ലഹരിയുടെ ലോകം എന്ന് പറയുന്നത് പണമുണ്ടാക്കാൻ വേണ്ടിയ ആളുകൾ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ്. കുട്ടികൾ നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് പുറത്തേക്ക് പോയി അവൻ വീട്ടിൽ വരാൻ 6, 6:30, 7 മണി കഴിഞ്ഞിട്ട് ഒരുപാട് താമസിക്കുമെങ്കിൽ സൂക്ഷിക്കുക. എവിടെയാണ് പോകുന്നത് കുട്ടികൾ കണ്ടെത്തണം. ആരാണ് കൂട്ടുകാർ കണ്ടെത്തണം. അടുത്തൂടെ പോകുമ്പോൾ മണം വ്യത്യാസമുണ്ടോ നോക്കണം. ഡ്രസ്സ് കൈമാറുന്നേരം ഡ്രസ്സ് പരിശോധിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ നിർത്തുകയാണ്. അടുത്ത പരിപാടിയിലേക്ക് എനിക്ക് പോകണം. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ സബ്ജക്ട് ഷമീർ സാർ, ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ മുസ്തഫ, ഈ കുടുംബസംഗമത്തിന്റെ പ്രധാനികൾ, ഇത്രയും നേരം എന്നെ കേൾക്കാൻ സന്മനസ് കാണിച്ച പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. നമുക്ക് എല്ലാവർക്കും വളരെ അവബോധമുണ്ടാകുന്ന ഒരു ക്ലാസ് സമ്മാനിച്ച ജയരാജ് സാറിനെ പുലത്ത് വണ്ടൂർ ഏരിയയുടെ എല്ലാവിധ ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. എല്ലാ ഭാഗത്തോടെയും കടന്നുപോയി. മനഃശാസ്ത്രപരമായി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ആ ചോക്ലേറ്റ് വരെ കൊടുക്കാൻ പാടില്ലാതെ അല്ലെ, ആർക്കൊക്കെ കൊടുക്കുന്നത് വരെ പഠിപ്പിച്ചു. വളരെ നന്ദി. താങ്ക് യു സാർ. താങ്ക് യു.